നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, ഇതിലിപ്പോൾ അന്വേഷണം ഇനി എങ്ങനെ പോലീസ് അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ പെൺകുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ടായിരുന്നു, അത് വളരെ പ്രധാനപ്പെട്ടതുമായിരുന്നു, പക്ഷേ അതിന് കഴിഞ്ഞില്ല. ഈ 5 ദിവസവും അബോധാവസ്ഥയിൽ തന്നെ പെൺകുട്ടി തുടരുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും തെളിവെടുപ്പൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഇനിയും ഈ കേസിൽ ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് പോലീസിന്? ഈ പോസ്റ്റ്മോർട്ടം ഇതിലെത്ര കണ്ട് നിർണായകമാകും നിതിൻ? തീർച്ചയായും തുടക്കത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ സാധിക്കാതിരുന്നതാണ് പോലീസിന് കേസിൽ മുന്നോട്ട് പോകാൻ വലിയ തലവേദനയായിരുന്നത്. ഈ പെൺകുട്ടിയുമായുള്ള ഇയാളുടെ ബന്ധം, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇയാളെ ആക്രമിച്ചതിന്റെ കാരണം, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇയാൾ ഈ പെൺകുട്ടിയെ പലതവണ ആക്രമിച്ചിരുന്നു നമ്മയുടെ പരാതിയിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇയാൾ നിരന്തരമായി പെൺകുട്ടിയെ ലഹരിക്കടിമയാക്കിയിരുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിന് തുടക്കത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരും, അതിനുശേഷം പെൺകുട്ടിയുടെ മൊഴി എടുക്കും എന്നായിരുന്നു SHO കഴിഞ്ഞ ദിവസവും നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പെൺകുട്ടി ഇപ്പോൾ മരിക്കുന്നത് കൂടി തന്നെ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇനി പ്രധാനമായും നിലവിലെ 2 വകുപ്പുകൾ, അതായത് BNS 109-ഉം 64-ഉം വധശ്രമവും ബലാത്സംഗ കുറ്റവുമാണ്. അതിൽ വധശ്രമം ഒഴിവാക്കി കൊലപാതക കുറ്റം ഈ പ്രതിക്ക് ചുമത്തുമെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത്. കൊലപാതക കുറ്റം കൂടി ചുമത്തുന്നതോടെ നിലവിൽ ഇയാൾ റിമാൻഡിലാണുള്ളത്. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനിരിക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടി മരിക്കുന്നത്. ഇനിയിപ്പോൾ ഇയാളെ കൊലപാതക കുറ്റം കൂടി ചുമത്തിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിനുശേഷം കൂടുതൽ വ്യക്തത, പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത പോലീസിന് വരേണ്ടതുണ്ട്.